കൊച്ചി കോർപ്പറേഷൻ മേയറെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനവുമായി നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് നയിക്കാൻ തന്നോട് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണെന്നും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നുമാണ് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. ഭൂരിപക്ഷമാണ് മാനദണ്ഡമെങ്കിൽ ഇനി അങ്ങോട്ട് അതിന് മുൻഗണന നൽകണമെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എയും പറഞ്ഞു. കൊച്ചി നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആൾ ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും. പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. പാർട്ടിയിലെയും പാർലമെന്ററി രംഗത്തെയും എല്ലാ പദവികളിലും ഇങ്ങനെയൊരു ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. പാർട്ടിക്കകത്ത് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാ തീരുമാനങ്ങളും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായപ്രകാരമാണ് എന്ന് പറയാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ കീറിക്കെട്ടി ഭൂരിപക്ഷം പരിശോധിക്കുന്ന രീതി ഇനി പാർട്ടിക്കൊരു അതൊരു മാനദണ്ഡമാവുകയാണോ എന്നെനിക്കറിയില്ല. ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് വേറെ അത് പറ്റില്ല. പാർട്ടിയുടെ എല്ലാ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപ്തി മേരി വർഗീസിനെ മേയറാക്കാത്തതിനെ വിമർശിച്ച് അജയ് തറയിൽ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു. എല്ലാ ഘടകങ്ങളുമായി ആലോചിച്ചെടുത്ത തീരുമാനമെന്നാണ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം വന്നത്. KPCC മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു. കോർപ്പറേഷൻ തലത്തിലുള്ള കോർ കമ്മിറ്റി കൂടാതെ മേയറെ അനൗൺസ് ചെയ്തു. ഈ മുഴുവൻ കൗൺസിലർമാരെയും ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പല തരത്തിലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ഒരു അജണ്ട ഉണ്ടാകാം. ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ആ മേയറാക്കാതിരിക്കാനുള്ളൊരു ഓപ്പറേഷൻ, അതിന് ഒരു സംവിധാനം, ഒരു പുതിയ ഗ്രൂപ്പ് സംവിധാനം, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. പുതിയ പവർ ഗ്രൂപ്പ് 100% തെറ്റായ സമീപനമാണ്. 100%. KPCCക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഏത് രീതിയിലാണ് വരേണ്ടത് എന്നുള്ളൊരു മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശം 100% പാലിക്കപ്പെട്ടിട്ടാണ് കൊച്ചി മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കുക DCC പ്രസിഡന്റാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന്. പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാതെ കരുതലോടെയാണ് KC വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കൾ പ്രതികരിച്ചത്. മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്വാഭാവികമായിട്ടും തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു. പാർട്ടി തീരുമാനം അന്തിമമാണ്. എന്തായാലും അപാകതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി വേദികളിലാണ്. ലാൽ കൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ എറണാകുളത്ത് പ്രത്യേകിച്ചും കൊച്ചി കോർപ്പറേഷനിലൊക്കെ UDF-നുണ്ടായത് മിന്നുന്ന വിജയമാണ്. പക്ഷേ അതിന്റെ മാറ്റ് കുറയ്ക്കുന്നതാണ് ഇപ്പോൾ UDF-ൽ പ്രത്യേകിച്ചും കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അത് പരസ്യ പ്രതികരണങ്ങളിലേക്ക് വരുന്നു. ഒരുപാട് അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്ന പരാതികൾ വരുന്നു ഒക്കെയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ പറഞ്ഞതിനാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യം വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇന്നും ഇന്നലെയൊക്കെയായി എറണാകുളത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ചർച്ചകൾ? അതിലൊരു പരിഹാരം, ഒരു ഇടപെടൽ ഉണ്ടാകുമോ? ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. പ്രധാനമായിട്ടും ഐക്യമുന്നണിയിലെ ഐക്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുന്നതാണ് ഈ സമീപ സമയത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രസ്താവനകൾ സൂചിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ഗ്രൂപ്പിൽ അപ്രസക്തമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഗ്രൂപ്പ് പോരുകൾ വീണ്ടും ഉടലെടുക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വക്കിലേക്ക് കോൺഗ്രസ് നീളുന്ന സമയത്താണ്. ഒരു മിന്നുന്ന വിജയം അത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലുടനീളം കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പാർട്ടി പ്രവർത്തകരെ അടക്കം വിഷാദത്തിലാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിലേക്ക് തുടങ്ങി അവിടെ നിന്ന് പരസ്പരം പഴിചേരുന്ന രീതിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ
ഇന്ന് പറഞ്ഞത്, അതായത് അജയ് തറയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് ഒരു പവർ ഗ്രൂപ്പ് പുതുതായി ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു ഗ്രൂപ്പാണ്. അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവർ അജണ്ട നിശ്ചയിക്കുന്നു. ആ അജണ്ടയുടെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ദീപ്തിക്ക് മേയറാക്കരുത് എന്ന തീരുമാനം എന്നുള്ളത്. അതവർ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കോർ കമ്മിറ്റി ചേർന്നില്ല, എന്തുകൊണ്ട് രഹസ്യ ബാലറ്റ് ചേർന്നില്ല, എന്തുകൊണ്ട് KPCCയുടെ തീരുമാനങ്ങൾ നടപ്പാക്കില്ല? അപ്പോൾ അതായത് KPCCയേക്കാൾ വലിയ ശക്തിയുള്ള ഒരു പവർ ഗ്രൂപ്പ് കൊച്ചിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത്. അതിന് അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് നിലവിൽ മാത്യു കുഴൽനാടനും പറയുന്നത് അത്തരത്തിൽ ഈ ബാലറ്റ് പേപ്പറുകൾ അല്ലാതെ രഹസ്യമായിട്ടും പരസ്യമായിട്ടുമുള്ള ഭൂരിപക്ഷങ്ങൾ തങ്ങളുടെ തീരുമാനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇനിയുള്ള എല്ലാ കാര്യത്തിലും അത്തരത്തിൽ ഭൂരിപക്ഷ തീരുമാനങ്ങളെ ആശ്രയിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അല്ലാതെ നേതൃത്വത്തിൻ്റെ തീരുമാനം താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതി പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ തീരുമാനിക്കുക, നേതൃത്വം തീരുമാനമെടുക്കുന്നു, അത് താഴേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ സർക്കുലറുകൾ അതേപടി പാലിക്കുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ളത് അത്തരത്തിൽ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് നിലവിൽ കൊച്ചി കോർപ്പറേഷനിലെ പ്രത്യേകിച്ച് എറണാകുളത്തെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പോക്ക് പോകുന്നത്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. പണ്ട് നിർജ്ജീവമായിരുന്ന A ഗ്രൂപ്പും I ഗ്രൂപ്പും വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്. അതിനെതിരെ മറ്റൊരു ഗ്രൂപ്പുണ്ട് എന്ന തോന്നൽ അവർക്കിടയിൽ തന്നെ ഉണ്ടാക്കുന്നു. അണികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ നേതാക്കൾ തന്നെ അഭിപ്രായം പറയുന്നു. പക്ഷേ ഇത്തരം സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നേതൃത്വത്തിന് കൃത്യമായൊരു ഇടപെടൽ നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. KC വേണുഗോപാൽ ഇത്തരം ചർച്ചകൾ അനിവാര്യമല്ല, പാർട്ടി തീരുമാനം അന്തിമമാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ അന്തിമമായ തീരുമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് പല ഘടകങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. അതും പരസ്യ പ്രതികരണമായിട്ടാണ് വരുന്നത്. പരസ്യ പ്രതികരണം പാടില്ല, അത് പാർട്ടിക്കുള്ളിൽ തന്നെ പറയണമെന്ന് DCC അധ്യക്ഷനടക്കം പറയുന്നുണ്ടെങ്കിൽ പോലും അതുപോലും ആരും മുഖവിലേക്ക് എടുക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉന്നം വയ്ക്കുന്നത് നിലവിൽ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെയാണ് എന്ന് സ്വാഭാവികമാണ്. കാരണം ഈ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടാണ് ഈ ഒരു കൃത്യമായൊരു മാനദണ്ഡം അത് KPCC ഇറക്കിയത്. ആ വാർത്താക്കുറിപ്പൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതെല്ലാം കോൺഗ്രസ് ഘടകങ്ങളിലേക്കും അയച്ചു കൊടുത്തതുമാണ്. DCC ഒക്കെ അത് കിട്ടിയതുമാണ്. അതുമായി ബന്ധപ്പെട്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് എന്ന കൃത്യമായ നിർദ്ദേശം അതിലുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെയും ഇന്നും ദീപ്തി പറഞ്ഞത് അതേ കാര്യമാണ്. തനിക്ക് മറ്റ് പരാതികളോ വിഷമങ്ങളോ ഇല്ല. പക്ഷേ തൻ്റെ പ്രശ്നം, ഒരു ആക്ഷേപമുള്ളത് ഈ മാനദണ്ഡങ്ങൾ അത് പൂർണ്ണമായും പരസ്യമായി ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നും അവർ അത് തന്നെ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രഹസ്യ ബാലറ്റ് നടന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് മാത്രമല്ല, ഇതൊക്കെ മേൽനോട്ടം വഹിക്കാൻ ഒരു ബന്ധപ്പെട്ട ഒരു മുതിർന്ന നേതാവ്, ഒരു KPCCയുടെ ഒരു മുതിർന്ന നേതാവ് അവിടെ ഉണ്ടാകണമെന്നാണ്. അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, അത് മോണിറ്റർ ചെയ്യാൻ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ എന്തുകൊണ്ടാണ് KPCC നേതൃത്വം ഇതിനോടകം തന്നെ ഒരു പ്രതികരണം നടത്താത്തത് എന്ന് അതിശയിപ്പിക്കുന്നുണ്ട് ലാൽ. അതിൻ്റെ ദീപ്തി പറയുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും മറുപടി പറയുന്നത് KPCC നേതൃത്വം എന്നതിനുപരി അവിടെ DCC പ്രസിഡന്റ് തന്നെയാണ്. അതായത് ദീപ്തി പറയുന്നതെല്ലാം അക്ഷരം പ്രതി തെറ്റാണ്. കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നേരത്തെ തയ്യാറാക്കിയ KPCCയിൽ നിന്ന് നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ നിർദ്ദേശങ്ങളിൽ പറയുന്നത് KPCCയുടെ മുതിർന്ന നേതാവ് ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം എന്ന കാര്യം പറയുന്നില്ല എന്നതാണ്. നേരെ മറിച്ച് അവരെയും പരിഗണിക്കുമല്ലോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനമാണ് അക്കാര്യത്തിൽ അന്തിമമായി വരിക. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ പാർലമെൻ്ററിയിലുള്ള കൂടുതൽ അംഗങ്ങൾ പിന്തുണയ്ക്കുന്നത് ദീപ്തിയല്ല. അതുകൊണ്ടാണ് ദീപ്തി ആക്കാത്തത് എന്നുള്ളതാണ്. അപ്പോഴാണ് ദീപ്തി ചോദിക്കുന്നത് എന്തുകൊണ്ടൊരു രഹസ്യ ബാലറ്റ് സംവിധാനം ഉണ്ടായില്ല എന്നുള്ളത്. രഹസ്യ ബാലറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് DCC അതിന് നൽകുന്ന മറുപടി. അതായത് ഏതെല്ലാം രീതിയിൽ ഖണ്ഡിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ഖണ്ഡിക്കാവുന്ന കാര്യങ്ങൾ DCCയുടെ പക്കലുണ്ട്. DCC അത് അങ്ങനെ തന്നെ പുറത്തും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അധികാരം നഷ്ടമാകുന്നു എന്നതിനപ്പുറം കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വരുന്ന ഒരു തീരുമാനത്തെ ഒരു ജില്ലാ ഘടകം ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അതുണ്ട് എന്ന് ഘടകകക്ഷികളിൽ അല്ലെങ്കിൽ അതേ പാർട്ടിയുടെ തന്നെ പല ഘടകങ്ങളിലുള്ള നേതാക്കൾ തുറന്നു പറയുമ്പോൾ അതില്ല എന്ന് സമ്മർദ്ദിക്കാനാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം വിലപ്പോകും എന്നതിനുപരി സാധാരണഗതിയിലുള്ള അണികളുടെ ഇടയിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചോദ്യം വരുന്നത്. കാരണം 1.5 വർഷത്തോളം കഠിന പ്രയത്നം ചെയ്ത സാധാരണ അണികളടക്കമുള്ള ആളുകളുടെ വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ അതിൻ്റെ എല്ലാം നിറം കെടുത്തുന്ന രീതിയിലുള്ള പ്രകടനമാണ് നിലവിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്നാലും ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം പരസ്യമായി പ്രതികരിച്ചതാണ്. അതോടൊപ്പം തന്നെ അവർ ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. KPCCയുമായി ബന്ധപ്പെട്ട് എവിടെയാണോ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ അറിയിക്കേണ്ടത് ആ ഇടങ്ങളിൽ, ആ വേദിയിൽ താൻ ആക്ഷേപം പറയും. അത് ഇതിനോടകം ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തിയതിന് അവർക്കെതിരെ എന്ത് നീക്കമാണ് KPCC നടത്തുക എന്നറിയില്ല. എന്തായാലും എറണാകുളത്തെ കോൺഗ്രസിൽ ഈ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അത് അനാവശ്യമാണ്, അനാരോഗ്യമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്ന സമയമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കാണാം. ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.